Hello friends, all good technical corner Malayalam പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു റീചാർജബിൾ എമർജൻസി ലൈറ്റ് ആണ് ഗൈസ്. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, വേണമെങ്കിൽ നിങ്ങൾക്ക് പഴയ ഒരു ലൈറ്റ് പോയ ലൈറ്റ് ഉണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ സർക്യൂട്ട് വെച്ച് മേടിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിളാണ്. അപ്പോൾ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക, കാരണം അടിപൊളിയായിരിക്കും. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പം നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ ഗൈസ്, നമ്മുടെ റീചാർജബിൾ ലൈറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യമേ നമുക്ക് അതൊരു ബോർഡ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് ഞാൻ PVC ഷീറ്റ് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ PVC ഷീറ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് 10 സെൻറ്റിമീറ്റർ നീളത്തിലാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ വേറെ ചെറിയ ചെറിയ പീസ് 1 ഇഞ്ച് വീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് നിങ്ങളുടെ ഇഷ്ടപ്രകാരം എടുക്കാം, അത് സൈസിനനുസരിച്ച്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതേപോലത്തെ ഒരു LED എടുത്തിട്ടുണ്ട്. സാധാരണ ഇലക്ട്രിക് ഷോപ്പിൽ നിങ്ങൾക്ക് മേടിക്കാൻ കിട്ടും. പിന്നെ ഒരു റീചാർജബിൾ ബാറ്ററി എടുത്തിട്ടുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു സർക്യൂട്ട് എടുത്തിട്ടുണ്ട്. ഒരു പഴയ ടോർച്ചിന് കിട്ടിയ സർക്യൂട്ടാണ്. അപ്പം ഇതില്ലെങ്കിൽ പ്രശ്നമില്ല, എങ്ങനെ ചെയ്യാമെന്നുള്ളത് ഞാൻ പിന്നെ പറഞ്ഞു തരാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് വർക്കിലേക്ക് കിടക്കാം. അപ്പം ആദ്യമേ നമ്മുടെ PVC പൈപ്പ് എടുത്തിട്ട് നമുക്കൊരു പെട്ടി ആക്കിയെടുക്കണം. അതൊരു ബോക്സ് രൂപത്തിലാക്കിയെടുക്കണം. ഓക്കെ, അതുകൊണ്ട് നമുക്കത് ഞാനിപ്പോൾ ഫെവിക്വിക്ക് വെച്ച് ഒട്ടിച്ചെടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സൈസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര എടുക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മുടെ മറ്റേ സൈഡിലെ കവറും കൂടെ ഒന്ന് നമ്മൾ വെച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒട്ടിച്ചത് ഇതേപോലെ ആക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ നമ്മൾ നേരത്തെ കാണിച്ച LED ഞാൻ അടുക്കുന്നത്, അതായത് 14 ബൾബ് ഉണ്ടായിരുന്നു, അതിൽ 7 ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതങ്ങനെ ഇതേപോലെ സെറ്റ് ചെയ്യാനാണ്. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ആ ബൾബൊക്കെ ഒന്ന് ഷോൾഡർ ചെയ്തിട്ടുണ്ട്. അതായത് 2 LED പോസിറ്റീവ് ഒരുമിച്ച് നെഗറ്റീവ് ഒരുമിച്ച് ഷോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതേപോലെ അത് പാരലൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഒട്ടിച്ച് വെക്കാം. നേരത്തെ കാണിച്ച ഒരു ബോക്സിലുണ്ടാക്കിയതിൽ നമുക്ക് ഒട്ടിച്ച് വെക്കാം. അപ്പം ഡബിൾ സൈഡ് ഗം ടേപ്പാണ് യൂസ് ചെയ്താണ് ഞാനിപ്പം ഒട്ടിച്ചെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒട്ടിച്ച് സെറ്റപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഷോൾഡർ ചെയ്ത വയർ നമുക്ക് ബാക്കിലേക്ക് ഇടണം. അപ്പോൾ ചെറിയ ഒരു ഗ്യാപ്പ് ആക്കി കൊടുക്കാം. ഓക്കെ, അപ്പം നേരത്തെ എടുത്ത സർക്യൂട്ടിൽ ഞാൻ വയറിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതായത് ബാറ്ററിയുടെ 2 പോസിറ്റീവ് നെഗറ്റീവും LED തമ്മിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അത് ആ ബോർഡിൽ ഓൾറെഡി എഴുതിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇതേപോലത്തെ ഒരു പ്ലഗിൻ്റെ വേണം. നമുക്കിത് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ നമ്മുടെ ഇപ്പോൾ സാധാരണ ഇതേപോലത്തെ ബോർഡ് നിങ്ങളുടെ അടുത്ത് ഇല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, ഒരു ബാറ്ററി എടുക്കുക, റീചാർജബിൾ. അതായത് ഇങ്ങനത്തെ ബാറ്ററി ഇല്ലെങ്കിൽ ലിഥിയം അയൺ ബാറ്ററി ആയിരിക്കും ബെറ്റർ, കാരണം അത് ലോങ് ലാസ്റ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ടൊരു സ്വിച്ച് ബൾബ്, അത് കഴിഞ്ഞിട്ട് ചാർജിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് 5 വോൾട്ടിൻ്റെ ചാർജിങ് മോഡ്യൂൾ കിട്ടും. അത് മേടിച്ചാൽ മതി. അത് മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൊബൈൽ ചാർജർ യൂസ് ചെയ്ത് ചാർജ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത്രേ ഉള്ളൂ. അതിൻ്റെ പടം വേണമെങ്കിൽ ഞാൻ കാണിച്ചു, അതായത് എങ്ങനെ ഇരിക്കുന്നതെന്നുള്ള ഫോട്ടോ കാണിച്ചു തരാം. ഓക്കെ, അതായത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത ആ ഒരു പീസിൽ 2 ഹോൾ ഇട്ടിട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ ഊരിയ ആ പ്ലഗിൻ്റെ സാധനം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇതേപോലെ വെച്ചിട്ട് അത് ഒട്ടിച്ചെടുക്കണം. ഓക്കെ, അപ്പോൾ ഇതേപോലെ വെച്ചിട്ട് അത് ഒട്ടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് പവർ സപ്ലൈയിലേക്ക് കൊടുക്കാൻ പറ്റും, അത് ബാറ്ററി റീചാർജ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സർക്യൂട്ടൊക്കെ സെറ്റപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ അതിൻ്റെ അകത്തേക്ക് സെറ്റ് ചെയ്ത് വെക്കണം, നമ്മൾ ഉണ്ടാക്കിയ ബോക്സിൻ്റെ അകത്തേക്ക്. ഓക്കെ, അപ്പോൾ ഇതിൽ സ്വിച്ചൊക്കെ ഓൾറെഡി ആ സർക്യൂട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ സർക്യൂട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് സംഭവം സെറ്റപ്പ് ആക്കി വെക്കാൻ പറ്റും, അതിനകത്ത് വെക്കാം. ഓക്കെ, അപ്പോൾ ആ ബ്ലൂ വയറായിരുന്നു നമുക്ക് പവർ സപ്ലൈ കൊടുക്കാൻ ഉണ്ടായിരുന്നു, അത് ഞാനിവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അകത്ത് ഞാൻ എറോഡൽറ്റ് ഗം അടിച്ചിട്ടാണ് യൂസ് ചെയ്തിട്ടാണ് ഒട്ടിച്ചെടുത്തത്. ഓക്കെ, അപ്പം അകത്തെല്ലാം നല്ല സെറ്റപ്പായി ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ മൂടി അടച്ചു വെക്കാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി ഞാൻ എറോഡൽറ്റ് കമ്പനിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഗ്യാപ്പൊക്കെ ഉണ്ട് ഫില്ല് ചെയ്ത് വെക്കാൻ പറ്റും, അതുകൊണ്ടാണ്. അപ്പോൾ ഈ എറോഡൽറ്റ് ഗം യൂസ് ചെയ്യുമ്പം അത് ഉണങ്ങാൻ ഇച്ചിരി ടൈം എടുക്കും. അതായത് ഫെവിക്വിക്ക് പോലെ പെട്ടെന്ന് ഉണങ്ങി കിട്ടത്തില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ സംഭവമെല്ലാം ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യണം. അതായത് ഇപ്പോൾ എറോഡൽറ്റ് ഗം ഇട്ടിട്ട് ഈ ചില സ്ഥലത്ത് ഗ്യാപ്പ് വന്നിട്ടുണ്ട്, അപ്പോൾ ആ ഗ്യാപ്പൊക്കെ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഫില്ലൊക്കെ ചെയ്ത് ഉണങ്ങി കഴിഞ്ഞാൽ ചെറുതായിട്ടൊരു പെയിൻറ്റൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സംഭവം ഇപ്പം അടിപൊളിയായിട്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അപ്പം വർക്കിംഗ് നോക്കാം. ഇപ്പം ഈ സ്വിച്ച് ഓണാക്കുമ്പോൾ ലൈറ്റ് കത്തുന്ന കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ സംഭവം സെറ്റപ്പായിട്ട് വർക്കാകുന്നുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ സംഭവം ചാർജിന് വെക്കുന്നതിന് നോക്കാം. അപ്പം ഇതേപോലത്തെ ഒരു ഇതിലേക്ക് ഞാൻ ഇട്ടപ്പോൾ റെഡ് ലൈറ്റ് കത്തുന്നുണ്ട്, അപ്പോൾ ചാർജ് ആകുന്നുണ്ടെന്നാണ്. അപ്പോൾ ഞാൻ മെറ്റ പോലെ ചെയ്യുകയാണെങ്കിൽ മൊബൈൽ ചാർജർ വെച്ച് ചാർജ് ചെയ്താൽ മതിയാവും. ഓക്കെ, അപ്പം
വളരെ സിമ്പിളാണ് ഗൈസ്. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ഈ എമർജൻസി ലൈറ്റ്? ഇഷ്ടപ്പെട്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. ഓക്കെ, അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഇറ്റ്സ് മീ അഭിലാഷ് സൈനിങ് ഔട്ട്. ബൈ.